ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിൻ്റെ പേര് വർഷ. അത്യാവശ്യം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. സെലിൻ തമ്പി ആൻഡ് വൈശാഖ് ബി ഗോപാൽ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റഫർ ജോസഫ് ആണ് ഇതിൻ്റെ ഡയറക്ടറായി വന്നിരിക്കുന്നത്. ക്രിസ്റ്റഫർ ജോസഫിൻ്റെ കുറച്ച് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ ക്രിസ്റ്റഫർ ജോസഫിൻ്റെ ഷോർട്ട് ഫിലിംസാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോർട്ട് ഫിലിമാണെന്ന് തോന്നി ഈ വർഷ. ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഏപ്രിൽ 26 അപ്ലോഡ് ചെയ്തതാണ്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒറിജിനൽ ലിങ്ക് വേണ്ടവരെല്ലാം അവിടെ കയറി കാണുക. ഞാൻ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതുവരെ കണ്ടില്ല. എല്ലാവരും പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണെന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടും വിളിച്ചു പറഞ്ഞു. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹൗ ഇസ് ഇറ്റ്? ഓക്കെ, ലെറ്റ്സ് വാച്ച്. വർഷം നിനക്ക് മോസ്റ്റ്ലി പോണോടി? അത് ഞാനും ആലോചിക്കുന്നത്. ഹോസ്റ്റലിൽ എല്ലാവരും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോയി കാണും. നിന്നെയാണെങ്കിൽ ഇന്നലെ പോയി. അവരാരും ഇല്ലാതെ ഹോസ്റ്റലിൽ ബോറടിക്കും. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഫ്ലാറ്റിലേക്ക് പോരും. എന്നിട്ട് നാളെ രാവിലെ വീട്ടിൽ പോകുമ്പോൾ ഹോസ്റ്റൽ കയറി വേഗത്തെ പോരാ. ഫ്ലാറ്റിലേക്കോ? അവിടെ ബിജു ചായന് റഹീം മേക്കിംഗ് കാണില്ലേ? റഹീം നൈറ്റ് ഡ്യൂട്ടിയാ. ഇച്ചാണ് നാട്ടിൽ പോയത്. അവിടെ പറമ്പിൽ തേങ്ങടയിലാണ്. അപ്പൊ അമ്മച്ചി കൊണ്ട് ഒറ്റയ്ക്ക് മേലാന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞ ചേട്ടായി തിങ്കളാഴ്ച വരുത്തുള്ളൂ. അതല്ല ഞാൻ ഇത്ര ധൈര്യത്തിൽ വരാൻ പറഞ്ഞു. അതെന്താ പോണിച്ചും പോവാഞ്ഞേ? പിന്നെ പറമ്പിലിരുന്ന് പണിക്കാരത്ത് കണ്ടറാക്കി വിടാനേ മറിയക്കുട്ടി എന്നെ ധാരാളം. ഇത് ചുമ്മാ ഈ പേര് പറഞ്ഞിട്ട് രണ്ടാൺമക്കളെയും വിളിച്ചു വരുത്തുള്ള അളവാന്നേ. ഷോ, എന്നാലും കാണാൻ ആഗ്രഹിച്ചിട്ട് വിളിക്കുമായിരുന്നില്ലേ? പോയിക്കൂടായിരുന്നു. എടീ, നീ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമ്മളിതിനെ എന്ന് കാണാൻ? അതുകൊണ്ടാ ഓഫീസിൽ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് നോക്കി. അല്ല, അമ്മച്ചിന്റെ അടുത്ത് വെച്ചാൽ പോയി കണ്ടോളാം. പക്ഷെ നമ്മളിത് എന്നാ കാണാൻ പോകുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് അടിച്ചു പൊളിക്കും. പക്ഷെ എങ്ങും പോകുന്നു വേണ്ട, നമുക്ക് ചുമ്മാ റൂമിലിരുന്ന് എന്ത് സംസാരിച്ചോണ്ടിരിക്കാം. അത് മതി ഏട്ടാ. അതൊക്കെ നമുക്ക് റൂമിൽ ചെന്ന് തരും കേട്ടാ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേറൊരു അപ്പൊ അത് റിയാക്ട് ചെയ്ത് ഇട്ടിട്ട് കുഴപ്പമില്ലാത്ത ആക്ടിങ് ആണ് ആള്. വർഷ എഡിറ്റർ ഡയറക്ടർ പുള്ളി തന്നെ ആണല്ലോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, പോയി കുറച്ച് ഫ്രഷ് ആയിരിക്കും. കഴിക്കാൻ സെറ്റ് ചെയ്യാൻ. അതിനെന്റെ ഡ്രസ്സൊന്നുമില്ല. ആ കമ്പോണ്ട് അത് കുറെ ടീഷർട്ട് ഇരിപ്പുണ്ട്. അതിന് ഏത് അടിച്ചെടുത്തിട്ട്. ഓക്കെ ഓക്കെ. ചിക്കൻ ഡബ്സും ഡബിങ്ങും മ്യൂസിക്കും ഒക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം അടിപൊളിയായിട്ടാണ്. ഫിലിമിക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ ഡബിങ് സ്റ്റുഡിയോയുടെ സാധനങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നത്. എന്താ പോണിച്ച? എനിക്കൊന്നും വേല രാത്രി പോകണമെന്നിരിക്കും. ഒരു തവണ ഞാൻ അനുഭവിച്ചതാ. അതിങ്ങനെ എപ്പോഴും പറയണമെന്നൊന്നുമില്ല. ഓരോ വട്ടം അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഉണ്ടാവില്ല കേട്ടാ.
ഇച്ചാനൊരു കാര്യം അറിയാം. ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയ സമയത്ത് കുപ്പി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ഡ്രൈവറേട്ടനോട് പറഞ്ഞ് സാധനം സെറ്റാക്കുകയും ചെയ്തു. കൂടെയുള്ളവന്മാർക്ക് വൻ ഡയലോഗ് അടിച്ചിട്ടാണ് കുപ്പി എടുത്തത്. എന്നാൽ രണ്ടെണ്ണം അടിച്ചപ്പോൾ തന്നെ അവന്മാരൊക്കെ ഫ്ലാറ്റ്. പക്ഷെ ഞാനേ പയറുപോലെ നിന്ന്. എന്തേ ഇച്ചാൻ എന്തെങ്കിലും സംശയമുണ്ടോ? വേണമെങ്കിൽ വിളിച്ച് ചോദിക്കേ. എനിക്കൊരു സംശയമില്ല. അതിലൊരാക്കലുണ്ടല്ലോ. ഒരാക്കലുമില്ല, നീ എന്തെങ്കിലും ചെയ്യും. എന്നൊക്കെ പറഞ്ഞാലും ഇത് നൈസ് പരിപാടി കേട്ടോ. എന്ത് കിച്ചണിലുള്ള വെള്ളമടിയും കുക്കിങ്ങും അതിലടിപൊളിയല്ലേ ഈ കിച്ചൺ റൊമാൻസ്. ഒട്ടും മേലൊന്നും നിർത്തില്ല. കുളിച്ച് ചപ്പാത്തി പൊളിച്ചു. ഇച്ചോ മൊത്തം മറിയക്കുട്ടിയുടെ റെസിപ്പിയാ. വെറുതെ അല്ല. എനിക്ക് ചപ്പാത്തി എങ്ങനെയാണെന്ന് പറഞ്ഞേ. സൂപ്പർ ആയിട്ടുണ്ട്. കുറെ കഷ്ടപ്പെട്ടില്ല എന്താക്കാനായിട്ട്. അങ്ങനെ പറയട്ടെ. ചുമ്മാ പറഞ്ഞല്ലേ. ആ പറഞ്ഞ ഒന്ന് ചിരിക്കണേ. മ്യൂസിക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ये जिंदगी तेरे बिना है अधूरा है पल तेरे है साथ जीना है साथ हजारों यार तुम तो ही प्यास है तू मेरी सांस है जान है कहीं न जाए मेरे बिना ലോ ലൈറ്റ് കണ്ടീഷനിലൊക്കെ ഷൂട്ടിംഗ് പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാം ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മോണിച്ചോ എങ്ങാനും അമ്മച്ചിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിലോ? അപ്പൊ മോണിച്ചൻ എന്ത് ചെയ്തേനെ? അമ്മച്ചിക്കറിയാം എന്റെ ഇഷ്ടങ്ങൾ അറിയാം. ഞാൻ എന്റെ അമ്മച്ചിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ പറയാ? അഭിനയിക്കാം. മറിയക്കുട്ടീനെ പറഞ്ഞെന്നറിയാം. ആൺമക്കൾ രണ്ടും തലർച്ചു പോയെങ്കിലും കർത്താവ് വശങ്ങളൊക്കെ അമ്മച്ചിക്ക് കൊടുത്ത പൊന്നു മോളാ നീന്ന. മറിയക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടണമെങ്കിലേ ഇച്ചിരി പാടാ.
അമ്മച്ചിയുടെയും മക്കളുടെയും സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട്. ഇതുപോലെ ഒരു അമ്മച്ചിയെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പൊ കിട്ടില്ലേ? സത്യത്തില് ആ അമ്മച്ചിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ശരി, നീ ആളെ കൊള്ളാം. നീ അമ്മച്ചിയുടെ കൊടുക്കുന്നുണ്ടോ? ഞാൻ അതൊക്കെ തിരിച്ചോളാം. സോ ക്രീഞ്ചാന്ന് തോന്നുന്നല്ലേ? ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ ഏറ്റവും മിസ് ചെയ്യുന്നതെന്നറിയോ? നമ്മുടെ അവിടെ വൈകുന്നേരത്തെ ചായയുടെയും വീക്കെൻഡ്സിൽ ചായന്റെ വീട്ടിൽ പോകുന്നതും അമ്മച്ചിയുടെ ചോറും മീൻകറിയും ഒക്കെ ആയിരിക്കും. ഇതൊന്നും അവിടെ പോകുന്നില്ലല്ലോ. അല്ല, അവിടെ തന്നെയല്ലേ? പിന്നെന്താ? പിന്നെ നീ വീട്ടിൽ പോയിട്ട് കുറച്ച് നാളായില്ലേ? എല്ലാരും പോയെന്നെ കണ്ടിട്ടോ. എന്തായാലും അധികം നാളൊന്നും നിനക്ക് അവിടെ കഷ്ടപ്പെട്ട് വരില്ല. കയറിപ്പോയ ഒരു 6 മാസം അതിനുള്ളിൽ ഇവിടുത്തെ കാര്യങ്ങൾ ശരിയാക്കിയിട്ട് ഞാൻ അമ്മച്ചിനെയും ചേട്ടനെയും കൂട്ടിയിട്ട് അവിടെ. സാധാരണ എല്ലാരും വെക്കേഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കും വീട്ടിൽ പോകാൻ വേണ്ടിട്ട്. എന്നാ എന്റെ ലൈഫിൽ ഏറ്റവും മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് അവിടെ വെച്ചിട്ടാ. ഞാൻ അവരുടെ മോളെന്നുള്ള യാതൊരു പരിഗണനയും എനിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞാലും അവരെന്റെ രണ്ടാനമ്മയല്ലേ. ഞാൻ അവരെ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ അവരെന്നെ കാണുന്നത്. നിനക്കോട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ എത്തും. പക്ഷെ ദൂരമൊന്നുമില്ല, കൂടി പോയി 2-3 മണിക്കൂർ. പിന്നെ മാറിയക്കുട്ടിയുടെ ഉത്തരവായാലും എത്രയും പെട്ടെന്ന് നിന്നെ കെട്ടി അങ്ങോട്ട് കൊണ്ടുവന്നോളാനാ. എന്റെ വീട്ടിലെന്തായാലും നിനക്കൊക്കെ ഇഷ്ടപ്പെടേണ്ട വീട്ടില് അമ്മച്ചി നിന്നെ പൊന്നുകൂടെ നോക്കിക്കോ, അതെനിക്ക് ഉറപ്പാ. ഹലോ, നീ ഇതെവിടാ? ഈ വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ പോയേ? നീ എവിടെ പോയേ? അതെന്നെ പരിപാടിയാ നീ കളിച്ച്? ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു? പിന്നെ എന്നെ കൊണ്ടാക്കാൻ മോണിഷ വരണ്ടെന്ന് തോന്നി. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ യാത്ര പറയണ്ട. എനിക്ക് നിന്നെ കാണണം. നീ ഇപ്പൊ ഇവിടെ എത്തി? ഞാൻ വരാം. ഇല്ല ചായ, ഇനി അരമണിക്കൂർ കൂടെ ഉള്ളൂ വീടെത്താറായി. ഇനി റേഞ്ച് കിട്ടില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. ഹലോ, റേഞ്ച് കിട്ടില്ലല്ലോ. പോയെന്ന് തോന്നുന്നു. വിളിച്ചായിരുന്നോ? 2 ദിവസമായിട്ട് ഒരു അറിവില്ല ചേട്ടായി. ഇന്നുകൂടി ഞാൻ നോക്കിയിട്ട് നാളെ അവിടെ വരെ പോലെ ആലോചിക്കും. ചേട്ടാ ഞാൻ വിളിക്കാം. ശരിടാ. ഭാഗ്യമൊക്കെ ആയിട്ട് പോകുന്നു.
ഇവിടെയാണ് ഈ ജെന്നിഫറൊക്കെ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതായിരുന്നു വർഷ ഷോർട്ട് ഫിലിം. എങ്ങനെയുണ്ടെന്ന് പറയണം. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ. പക്ഷെ ഇത് 14 മിനിറ്റോളം ഇതുണ്ട്. ആ ഒരു റൂം മാത്രമാണ് അവർ ഉദ്ദേശിച്ചാണ് 40 മിനിറ്റ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എനിക്കൊന്നും ലോസ്റ്റ് പൈസ ഒരുപാട് കുറവിൽ ചിലവ് കുറച്ചെടുത്ത ഒരു ഷോർട്ട് ഫിലിമാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. എന്താണെങ്കിലും അവര് ചെറിയ രീതിയിൽ തന്നെ ഈ സംഭവം ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ഥിരം നമ്മൾ കണ്ടുപോകുന്നൊരു പാറ്റേൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പെക്ട് ചെയ്യാം. ഞാൻ പക്ഷെ എന്തെങ്കിലും ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെ കാണുന്നു. ഇവരുടെ ഈ ജെനിഫറിനകത്ത് ക്ലൈമാക്സിൽ ചെറിയ ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഇത് അത്രയ്ക്ക് ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ കൊള്ളാം കേട്ടോ. അവരുടെ ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാൻ, കുഴപ്പമില്ല. ഈ വൈശാഖ് ബി ഗോപാൽ കുഴപ്പമില്ലാത്ത ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആളാണ്. പിന്നെ അവരുടെ ക്യാമറ വർക്ക് ചെയ്തിരുന്നത് കൊള്ളാം. നല്ല ക്രിയേറ്റീവായിട്ടാണ് ചെയ്തിരിക്കുന്നത് സംഭവം. അപ്പം കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അവരുടെ യൂട്യൂബ് ചാനലുണ്ട് ഒഫീഷ്യലായിട്ടുള്ള റാസ് എൻ്റർടൈൻമെൻറ്റ്സ്. അതിനകത്ത് കയറി കണ്ടു നോക്കുക. വിഷ്വലി ചിലപ്പോൾ നിങ്ങൾ ഇനി ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എഫക്റ്റ് ചിലപ്പോൾ വേറെ ആയിരിക്കും. അപ്പം ഒന്ന് കണ്ടു നോക്കുക, മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. സോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ഫൈൻ.